പടം നല്ലൊരു വിഷ്വൽ ക്രിയേഷൻ ആണ്, നല്ല അടിപൊളി പടം. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. പ്രവാസം മാസല്ല, ഒരു പുതിയ യൂണിവേഴ്സിറ്റിയാണ്. നല്ല നടിച്ചിരിക്കും. കൊള്ളാം, നല്ല രോമൊക്കെ അടിപൊളി പടം. ക്ലൈമാക്സ് ഒക്കെ തീ. ഇല്ല ബ്രോ, എനിക്ക് അത്യാവശ്യം നേടാൻ തോന്നിയ അടിപൊളിയാ. ഒറ്റ സ്ട്രെച്ചിൽ അടിപൊളിയാ. അല്ല, ദുൽഖറിന്റെ ഒക്കെ എൻട്രി വേറെ ലെവലായിരുന്നു. കിടിലം പടം, ഒരു രക്ഷയും. കുഴപ്പമില്ല, നല്ല പടമാണ്. ആദ്യം കുറച്ച് ബോറായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സൂപ്പറാണ്. ഇത് ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ചുള്ള പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാണ്. പക്ഷേ ഇറ്റ് ബി കണ്ടിന്യൂഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഭാഗമാണെന്ന്. ഇത് സെക്കൻഡ് ഉണ്ടാകും എന്നാണ് അവർ എഴുതി കാണിക്കുന്നത്. ആവറേജിൽ കുറച്ച് മുകളിലാണ്. നല്ല പടം. അമിതാഭ് ബച്ചൻ പറയാൻ വയ്യ, അത്രയും സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇതുവരെ ചെയ്ത പടങ്ങൾ വെച്ച് ഏറ്റവും നല്ല ഗ്രാഫിക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും കാണേണ്ട സിനിമ. ഹോളിവുഡിനോട് കടപിടിക്കുന്ന രീതിയിലാണ് പടം ഓരോ ഷോട്ടും എടുത്തിരിക്കുന്നത്. പ്രഭാസനകളിൽ അമിതാഭ് ബച്ചൻ കുറച്ചുകൂടെ കലക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് അടിപൊളിയാണ്. അടിപൊളിയായിട്ടുണ്ട്. VFX എല്ലാം മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പ്രഭാസിന്റെ എങ്ങനെയുണ്ട്? തിരിച്ചുവരവ് എങ്ങനെയുണ്ടായിരുന്നു? പ്രഭാസ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. നല്ല പടമാണ്. അതിൽ ലാസ്റ്റത്തെ ഫൈറ്റ് സീനിലും VFX എല്ലാം നല്ലോണം കൊള്ളാം. റിവ്യൂസ് ഒക്കെ അറിഞ്ഞാണോ വന്നാലും അറിയാതെ വന്നെയാണോ? അറിയാതെ വന്നേ, നോക്കിയില്ല, ഇവിടെ വന്ന് കണ്ടിട്ട് പറയാന്ന് വെച്ചാൽ. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയം. ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്? പ്രഭാസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരിക്കും. നല്ലതാ. പ്രഭാസൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. പ്രഭാസൊക്കെ എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് ഒക്കെ പക്കയാണ്. റിവ്യൂസ് ഒക്കെ അറിഞ്ഞാണോ വന്നാലും അറിയാതെയാണോ? റിവ്യൂസ് അറിയാതെയാണോ? ഒരു എക്സ്പീരിയൻസ് ആണ്. വിഷ്വലി ഭയങ്കര നൈസ് ആയിരുന്നു. ആൻഡ് ഓൾസോ ആ ഒരു ഹിസ്റ്റോറിക്കൽ സീൻസ് ഒക്കെ കാണിച്ചത് ഭയങ്കര നല്ലതായിരുന്നു. ടോട്ടലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, ലൈക്ക് നമുക്കൊരു മഹാഭാരതത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയാമെങ്കിൽ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആക്ച്വലി പേഴ്സണലി വിഷ്വലി ഭയങ്കര ഒരു നല്ല ട്രീറ്റ് ആയിട്ട് തോന്നി. ആൻഡ് ആക്ടിങ് ഒക്കെ എല്ലാവരുടെയും നൈസ് ആയിരുന്നു. ഇല്ല, ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ട്രെയിലർ മാത്രം കണ്ടു. കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ ലൈക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. മേ ബി അത് അവർക്ക് കുറച്ച് കട്ട് ഷോട്ട് ചെയ്യായിരുന്നു. ബട്ട് ഓവറോൾ ഇറ്റ്സ് ഓക്കെ. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈക്ക് അതിന്റെ ഫുൾ മേക്കിംഗ് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, കാണാൻ നല്ലതായിരുന്നു. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? അടിപൊളിയായിരുന്നു. മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രഭാസ് നല്ലായിരുന്നു. ടോട്ടൽ വിഷ്വൽസ് ഒക്കെ നല്ലായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. സെക്കൻഡ് ഹാഫ് പൊളി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ. അധികം സ്റ്റോറിയെ കുറിച്ച് അത് അറിഞ്ഞൂടാത്തത് കൊണ്ട് പറയാൻ പറ്റില്ല. കൊള്ളാം, പക്ഷെ കൺവിൻസിങ് ആണ് എല്ലാം. സെക്കൻഡ് ഹാഫിലെ സൂപ്പർ. പ്രഭാസ് സൂപ്പർ. വർത്തായിരുന്നു. കാരണം ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമുക്ക് വർത്താം.